കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 12 ആണ്. റിയലി സോറി ഗൈസ്, ഇന്നലെ കുറച്ച് പൊടിയൊക്കെ അടിച്ച് ആകെപ്പാട് അലമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൗണ്ടിനൊക്കെ ചെറിയൊരു വ്യത്യാസം കാണും കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക്. ഇനി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ പ്രീവിയസ് ഇട്ടിട്ട എല്ലാ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത്. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ബൊറൂട്ടോ ഹിഡാരയുടെ ഫ്രണ്ടിൽ വന്നിക്കുവാണ്. എന്നിട്ട് തന്റെ അനിയത്തിനെ താഴത്തേക്ക് വെച്ചിട്ട് കോണോമാരോടൊക്കെ പറയുന്നുണ്ട്, മാസ്റ്റർ കോണോമാരു തൽക്കാല ഹിമവാരിനെ ഒന്ന് സേഫ് ആയിട്ട് നിർത്ത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹിഡാരി പുള്ളിക്കന്റെ കൈ ഫുള്ളി തന്നെ റീജനറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ബൊറൂട്ടോനെ അറ്റാക്കും ചെയ്യും. പക്ഷെ ബൊറൂട്ടോ തന്റെ സോഡ് യൂസ് ചെയ്ത് അത് ബ്ലോക്കും ചെയ്യും. വിൻ സ്റ്റൈൽ ബ്രേക്ക് ത്രൂ യൂസ് ചെയ്ത് ഹിഡാരിനെ നമ്മുടെ ബൊറൂട്ടോ ബാക്കിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ഹിഡാരിയുടെ ബാക്കിലേക്ക് തെറിച്ചു പോയിട്ട് പെട്ടെന്ന് തന്നെ പുള്ളിക്കനെ ക്ലോ മാർക്ക് യൂസ് ചെയ്ത് പുള്ളിക്കൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാകും. ഇതേ സമയം നമ്മുടെ ഡെൽറ്റയും കവാക്കിയും കൂടെ അവിടെ തന്നെ നിൽപ്പുണ്ട്. കവാക്കി പറയുന്നുണ്ട്, ബൊറൂട്ടോ നന്നായിട്ട് ചേഞ്ച്. അവനിപ്പോ സ്പേസ് ടൈം നിഞ്ചുട്സ് ഒക്കെ ഉണ്ട്. അവനിപ്പോ ഉള്ളത് നേരത്തെ ടീം 10 ആദ്യമായിട്ട് എനിമിയുടെ അടുത്ത് ചെയ്യുന്നില്ലേ അവിടെ തന്നെയാണ്. ജൂറായിട്ട് അവിടെ നിന്ന് അനങ്ങിട്ട് പോലും ഇല്ല. അപ്പൊ നമ്മുടെ ഡെൽറ്റ സെൻസറി യൂണിറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഹിമോവാരിനെ ടീം 10 ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അവരെന്തായാലും സേഫ് ആണ്. ടീം 10 കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. അവരെന്തായാലും അടുത്ത ഡിസ്ട്രിക്റ്റിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഹിമോവാരി ഇപ്പൊ കോണാമരുടെ സാരഥയുടെ കൂടെയുണ്ട്. കവാക്കി ഇത് കേൾക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരന്റെ മനസ്സിൽ ഫുള്ള് ജൂറയാണ്. കാര്യം ജൂറ ഇപ്പോഴും അവിടെ തന്നെ അനങ്ങാൻ നിൽക്കുവാണ്. ജൂറ എന്താണ് മനസ്സിൽ ആലോചിക്കുന്നതാണ് കാവാക്കി അവിടെ നിന്ന് ചിന്തിക്കുന്നത്. ബൊറൂട്ടോ, നീ എന്താണ് അവിടെ പ്ലാൻ ചെയ്യുന്നത്? ഒരു കാര്യം മനസ്സിലാക്കിയോ? നീ ഇത്ര പെട്ടെന്ന് എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാലും നിന്റെ പൊസിഷൻ നീ ഒരിക്കലും മറക്കാൻ പാടില്ല. മാസ്റ്റർ കോണാമറു, എന്താണിത്? നിങ്ങൾ തന്നെ കണ്ടതില്ല, ബൊറൂട്ടോ ആണ് ഇപ്പൊ എന്നെ രക്ഷിച്ചത്. ബൊറൂട്ടോ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ മരിച്ചു പോയെന്നും അല്ലെങ്കിൽ അതിന് മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചത്. മനസ്സില്ലാ മനസ്സോടെ നമ്മുടെ കോണാമറു ബൊറൂട്ടോട് പറയുന്നുണ്ട്, അവൻ കോഴിനെ പോലെയാണ്. അവന് ക്ലോമാക്സ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനകത്തൊരു രക്ഷപ്പെടാനും വരാനും സാധിക്കും. ഇത് കേട്ട ബൊറൂട്ടോ അവിടെ ഉണ്ടായിരുന്ന ഒരു സെൻസറി യൂണിറ്റ് നിഞ്ചയോട് പറയുന്നുണ്ട്, നീ സെൻസറി യൂണിറ്റിൽ നിന്ന് വന്നവനല്ലേ, തൽക്കാലം നീ ക്ലോമാക്സ് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്തെങ്കിലും ചെറിയൊരു അനക്കം ഉണ്ടെങ്കിൽ നീ അപ്പൊ തന്നെ എന്നോട്. നമ്മുടെ ക്ലാസ് റെപ്പ് ബൊറൂട്ടോട് പറയുന്നുണ്ട്, ബൊറൂട്ടോ അവരുടെ ലക്ഷ്യം സാരഥ മാത്രമാണ്. കാര്യം കോണോമോനെ കണ്ടിട്ട് അവർ സംസാരിച്ച് മാത്രമാണ് നിന്നത്. പക്ഷെ സാരഥനെ കണ്ട അടുത്ത നിമിഷം തന്നെ അവൾ അറ്റാക്ക് ചെയ്തു. അവനെന്നെ കണ്ട അടുത്ത നിമിഷം തന്നെ അവനെന്നെ കഴിക്കണമെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല അവന്റെ മൂവ്മെന്റ്സും എല്ലാം. പിന്നെ എന്റെ അച്ഛൻ ആ ട്രീ ആയില്ലേ, അതുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് കേട്ടാൽ നമ്മുടെ കോണാമറി ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വെയിറ്റ് എ സെക്കൻഡ്, നിങ്ങൾ പറയുന്ന ട്രീ അത് മൊയ്ഗിയ ട്രീ ആയില്ലേ, അതുപോലെയാണ്. അതെ, അത് തന്നെ. ഈ പുള്ളിക്കാരൻ ഓൾഡ് മാൻ സാസ്കയുടെ ചാക്ര യൂസ് ചെയ്താണ് ഇപ്പൊ വരുന്നത്. പക്ഷെ അതൊന്നും നിങ്ങളെ ബാധിക്കാനേ പാടില്ല. അവൻ എന്ത് വിലയോട് തന്നെ ഡിഫീറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ സാസ്കനെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം കേട്ട് എല്ലാവരും ഞെട്ടി ധരിച്ചു നിൽക്കുവാണ്. അപ്പൊ നമ്മുടെ കോണാമറു ഒരു ചോദ്യം കൂടെ ചോദിക്കും, ബൊറൂട്ടോ നിനക്ക് ഈ ഇൻഫോർമേഷൻ ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? മാസ്റ്റർ കോണാമറു, ഞാൻ പറഞ്ഞില്ലേ, മര്യാദക്ക് ഫോക്കസ് ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരും. അപ്പൊ തന്നെ ആ സെൻസർ യൂണിറ്റ് ഉള്ളവൻ പറയുന്നുണ്ട്, എനിക്ക് ചാക്ര മൂവ്മെന്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് എല്ലാ സ്ഥലത്തു നിന്നും ഉണ്ട്, എല്ലാ സ്ഥലത്തു നിന്നും. പെട്ടെന്നായിരുന്നു അവിടെ ചുറ്റും കുറെ അധികം ക്ലോഗ്രിംസ് വരുന്നത്. ബൊറൂട്ടോ പറയുന്നുണ്ട്, സാരഥ ഞാൻ ഇവന്മാരെ കാര്യമൊക്കെ നോക്കിക്കോളാം, പക്ഷെ നിന്റെ അടുത്തേക്ക് വരുന്നത് മാത്രം നീ ഡിഫീറ്റ് ചെയ്യാൻ നോക്ക്. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ബൊറൂട്ടോ അപ്പൊ തന്നെ പുള്ളിക്കാരനെ പണി തുടങ്ങും. അവിടെ നടന്ന എല്ലാ ക്ലോഗ്രിംസിനെ പുള്ളിക്കാരൻ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഒരു ക്ലോഗ്രിം നമ്മുടെ സാരഥയുടെ നേരെ ചെല്ലുകയും പുള്ളിക്കാരി ഒരു കിക്കും ചെയ്തു കൊടുക്കും. എന്നാൽ ആ ഒരു ക്ലോഗ്രിമിന്റെ അകത്തൂടെ നമ്മുടെ ഹിഡാരി വന്ന് സാരഥനെ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ പൂർണ്ണമായിട്ടും ട്രാപ്പ് ചെയ്യാനും നോക്കും. ഇതേ സമയം ബൊറൂട്ടോ കുറച്ചധികം അകലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഷുറുക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ വന്ന് നമ്മുടെ ഹിഡാരിയുടെ മേത്ത് ഒരു വലിയൊരു റസംഗാൻ തന്നെ ചെയ്യും. ഹിഡാരിയുടെ ആ ഒരു ഇടത് സൈഡ് പൂർണ്ണമായിട്ട് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുള്ളിക്കാരൻ അവിടുന്ന് എസ്കേപ്പ് ചെയ്യും. ഓരോ സമയം നമ്മുടെ ഹിഡാരി എസ്കേപ്പ് ചെയ്യാൻ നേരത്ത് പുള്ളിക്കാരൻ ചെല്ലുന്നത് അവരുടെ ഹൈഡ് ഔട്ടിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ട്രീ പെട്ടെന്ന് തന്നെ അവന്റെ വൂൺസ് ഒക്കെ ട്രീറ്റ് ചെയ്ത് ഹിഡാരി വീണ്ടും അവിടേക്ക് വരും. എന്നാൽ ഇത്തവണ വന്നപ്പോ ഹിഡാരി അവിടെ ഫുൾ ക്ലോ മാർക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്തേക്ക് തന്നെ മാഞ്ഞു പോകുന്നുണ്ട്. ബൊറൂട്ടോ, നീ ആകാശത്തേക്ക് പോ. അടുത്ത വട്ടം അവൻ വരാൻ നേരത്ത് ഞാൻ അവനെ എങ്ങനെയെങ്കിലും പിടിച്ചു നോക്കാം. ആ ഒരു സമയത്ത് നീ അവനെ അറ്റാക്ക് ചെയ്താൽ മതി. അത് വേണ്ട, അടുത്ത എന്റെ ഒരു അറ്റാക്ക് കൊണ്ട് ഞാൻ അവനെ പൂർണ്ണമായിട്ടും കൊല്ലാൻ പോകുവാണ്. ഞാൻ എന്റെ ഉസുഹിക്കോ ഫുൾ ഔട്ട്പുട്ട് യൂസ് ചെയ്യാൻ പോകുവാണ്. അതിനായിട്ട് ഈ പ്ലാനറ്റിന്റെ ചാക്ര എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ എനിക്ക് കാലുറപ്പിച്ച് നിൽക്കേണ്ടി വരും. ഈ പറയുന്നതെല്ലാം നമ്മുടെ കോണാമറു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ഹിഡാരി അവന്റെ പുറകിലേക്ക്, അതായത് ബൊറൂട്ടോയുടെ പുറകിൽ കൂടെ വന്ന് ഒരു അറ്റാക്ക് ചെയ്യാൻ നോക്കും. എന്നാൽ ഇത് ശ്രദ്ധിച്ച കോണാമറു അവിടേക്ക് വന്ന് ബൊറൂട്ടോനെ രക്ഷിക്കുന്നുണ്ട്. തന്റെ റസംഗാൻ ബാരിയർ യൂസ് ചെയ്ത് ബൊറൂട്ടോനെ പൂർണ്ണമായിട്ട് രക്ഷിക്കും. ആ ഒരു സെക്കൻഡ് എല്ലാവരുടെ ശ്രദ്ധ അവിടേക്ക് പോകാൻ നേരത്ത് സാരഥയുടെ പുറകിൽ കൂടെ വന്ന് സാരഥനെ പൂർണ്ണമായിട്ടും പിടിച്ച് ആ ക്ലോമാക്സിന്റെ അകത്തേക്ക് വലിച്ചെടുക്കാൻ നോക്കും. എന്നാൽ ചിഡോറി സ്ട്രീം യൂസ് ചെയ്ത് സാരഥ അവനെ പൂർണ്ണമായിട്ട് പാരലൈസ് ചെയ്യും. എന്നിട്ട് അവനെ വലിച്ച് മുകളിലേക്ക് എറിയുന്നുണ്ട്. ബൊറൂട്ടോ പൂർണ്ണമായിട്ട് ചാർജ് ആയില്ലെങ്കിൽ കൂടിയും പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ ഹിഡാരിനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. തന്റെ റസംഗാൻ ഉസുഹിക്കോ അവിടെ യൂസ് ചെയ്യുവാണ് ബൊറൂട്ടോ. പെട്ടെന്നായിരുന്നു അവിടെ ഫുള്ള് റൊട്ടേഷൻ ഉണ്ടാകുന്നത്. ചുഴലിക്കാറ്റ് പോലെ ഒരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. പതുക്കെ ഹിഡാരിയുടെ ശരീരം പൊടിഞ്ഞ് ഇല്ലാണ്ടാകും. ബാക്കിയുണ്ടായിരുന്ന ഹിഡാരിയുടെ ചെറിയൊരു ഭാഗം മാത്രം താഴത്തേക്ക് വീഴുന്നുണ്ട്. ഹിഡാരിയുടെ ആ ക്ലോ മാർക്സ് യൂസ് ചെയ്ത് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. പക്ഷെ അവൻ താഴെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ക്ലോ മാർക്സ് മുഴുവൻ ഇല്ലാണ്ടായി പോകും. നേരെ നമ്മുടെ കാവാക്കി ഹിഡാരിനെ പിടിച്ചു വെക്കുന്നുണ്ട്. അതായത് കാവാക്കി കാരണമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആ ക്ലോമാക്സ് എല്ലാം ഇല്ലാണ്ടായി
ഇല്ലാണ്ടായി പോയത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഹിഡാരിനെ പുള്ളിക്കാരൻ അങ്ങോട്ട് കൊന്നുകളയും. പൊടിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി പോകും നമ്മുടെ ഹിഡാരി. പക്ഷെ പെട്ടെന്ന് അതെല്ലാം കൂടെ കൂട്ടി ഒഴിപ്പിച്ച് ഒരു ചെറിയ എന്താ പറയുക ഒരു ഫ്രൂട്ട് പോലെ ആകും. ആ ഫ്രൂട്ടിനെ നമ്മുടെ ബോറൂട്ടോ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് തന്നെയല്ലേ നീ പറഞ്ഞ സാധനം? അത് തന്നെ, ഒരു മിസ്റ്റേക്കും ഇല്ല, അത് തന്നെയാണ് ഞാൻ നേരത്തെ കണ്ട സാധനം. അതൊരു ത്രോൺ സോൾ ബൾബ് തന്നെയാണെന്ന് നമ്മുടെ കാഷിൻ കോജി പറയുന്നുണ്ട്. എന്നാൽ ബോറൂട്ടോനെ നമ്മുടെ കാവാക്കി തടയും ചെയ്യും. അപ്പൊ ബോറൂട്ടോ പറയുന്നുണ്ട്, ഇതെനിക്ക് ആവശ്യമുണ്ട്, ഇത് ഉണ്ടെങ്കിൽ മാത്രമേ മാസ്റ്റർ സാസ്കിനെ എനിക്ക് രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. മര്യാദക്ക് കൈയെടുക്കാൻ നോക്ക് കാവാക്കി, അല്ലെങ്കിൽ നിന്റെ കൈ എനിക്ക് മുറിച്ചു കളയേണ്ടി വരും. എന്നാൽ പെട്ടെന്ന് ബോറൂട്ടോയുടെ ശരീരത്തിന്റെ അകത്തൂടെ ഒരു സാധനം ലേസർ പോലത്തെ ഒരു സാധനം കയറിപ്പോ. ആ ഒരു അറ്റാക്ക് കാരണം ബോറൂട്ടോയുടെ കൺട്രോൾ പോയി പുള്ളിക്കാരൻ താഴത്തേക്ക് വീഴുന്നുണ്ട്. ഈ ഒരു അറ്റാക്ക് ചെയ്തത് നമ്മുടെ ജൂറോയാണ്. അതായത് നേരത്തെ എവിടെയാണ് നിന്നത് അവിടെ നിന്നുകൊണ്ടാണ് ഈ ജൂറ ഈ ഒരു അറ്റാക്ക് ചെയ്തത്. ഡെൽറ്റ കാവാക്കിയിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, അവൻ ഇവിടെ നിന്നുകൊണ്ടാണ് ആ ഒരു അറ്റാക്ക് ചെയ്തത്. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ ഫ്രൂട്ട് ആട്ടെ അവിടെ താഴെ കിടക്കുവാണ്. ഇത് മനസ്സിലാക്കിയ സാധ ആ ഫ്രൂട്ട് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് പുള്ളിക്കാരുടെ കയ്യിലും ആ ഒരു അറ്റാക്ക് ചെയ്യും. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഫ്രൂട്ട് അവിടെ നിന്ന് പറന്നു പോകുന്നുണ്ട്. ആ പറന്ന് ചെല്ലുന്നത് നമ്മുടെ ജൂറോയുടെ കയ്യിലേക്കാണ്. ഞാൻ വിചാരിച്ചതിലും ഡേഞ്ചറസ് ആണ് ബോറൂട്ടോ. നിനക്ക് ത്രോൺ സോൾ ബൾബിനെ കുറിച്ച് അറിയാം, അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് എന്തായാലും ഒരു ഒട്സുസുക്കിനെ മതി. അതിനായിട്ട് കവാക്കി ഇവിടെയുണ്ട്. അതുകൊണ്ട് ബോറൂട്ടോ ഒട്സുസുക്കി നീ മരിക്കേണ്ടതാണ്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ 12 ഇവിടെ അവസാനിക്കുന്നത്.